കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയുടെ മോശം പ്രകടനമായിരുന്നു പഞ്ചാബ് എഫ്സിക്ക് എതിരെയുള്ള തോൽവിക്ക് കാരണമായത്. മാത്രമല്ല, മത്സരത്തിന്റെ അവസാനത്തിൽ മലയാളി താരം രാഹുൽ KP വളരെയധികം അഗ്രസീവ് ആവുകയും ചെയ്തിരുന്നു. പഞ്ചാബ് സൂപ്പർ താരമായ ലൂക്ക മെയ്സനെ രാഹുൽ കടുത്ത രീതിയിൽ ഫൗൾ ചെയ്തിരുന്നു. അത് കാര്യങ്ങളെ സങ്കീർണമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തെന്നാൽ ലൂക്കയ്ക്ക് പരിക്കേറ്റു എന്നുള്ളത് മാത്രമല്ല, ദീർഘകാലം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. ലൂക്കയുടെ താടിയെല്ലിന് 2 പൊട്ടലുകളാണ് ഉള്ളത്. അദ്ദേഹം സർജറിക്ക് വിധേയനാവുകയാണ്. ഏകദേശം 2 മാസത്തോളം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ള കാര്യം പഞ്ചാബ് തന്നെ അറിയിച്ചിട്ടുണ്ട്. പഞ്ചാബിന്റെ സ്റ്റേറ്റ്മെന്റിൽ അവർ രാഹുലിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പേരെടുത്ത് പരാമർശിച്ചിട്ടില്ലെങ്കിലും രാഹുലിനെ കുറിച്ച് അവരുടെ ഡയറക്ടറായ നിക്കോളാസ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: വരുന്ന മത്സരങ്ങളിൽ പലതിൽ ലൂക്കയുടെ സേവനം ഞങ്ങൾക്ക് നഷ്ടപ്പെടും എന്നുള്ളത് തീർച്ചയായും നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിന്റെ അനാവശ്യമായ, തികച്ചും അഗ്രസീവായ ഒരു ഫൗളായിരുന്നു അത്. അതാണ് ആ പരിക്കിന് കാരണമായത്. ഇത്തരം അതിക്രമങ്ങൾ ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് അദ്ദേഹം പരിക്കിൽ നിന്ന് മുക്തനായി ടീമിനോടൊപ്പം ചേരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതാണ് അവരുടെ ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണെങ്കിലും ഇക്കാര്യത്തിൽ വലിയ വിമർശനങ്ങൾ രാഹുലിന് കേൾക്കേണ്ടി വരുന്നുണ്ട്. നേരത്തെയും ഇത്തരം ആറ്റിറ്റ്യൂഡിന്റെ പേരിൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന താരമാണ് KP രാഹുൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലബ്ബ് വിടും എന്നുള്ള റൂമറുകൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ISLലെ ആദ്യ മത്സരത്തിൽ തന്നെ തോറ്റുകൊണ്ട് തുടങ്ങാനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിധി. അത് സ്വന്തം സ്റ്റേഡിയത്തിൽ, കൊച്ചിയിലെ സ്വന്തം ആരാധകർക്ക് മുൻപിൽ വെച്ചുകൊണ്ട് തന്നെ തിരുവോണ ദിവസം പഞ്ചാബ് FC കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി 1-2 ഗോളുകൾക്ക് തന്നെ തോൽപ്പിച്ചു.